കാവ്യയാണ് ഇതിൻ്റെ കാര്യമെന്ന് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ളൊരു സൗഹൃദം എന്ന് പറയുന്നത് എപ്പോ ഫോൺ വാങ്ങിച്ചാലും ചില പോലീസുകാർ നോക്കും. അപ്പോ സംശയാതീതമായി തെളിയിക്കുവാൻ പ്രോസിക്യൂഷൻ ഭാഗം തെളിവുകൾക്ക് സാധിക്കാത്തതിനാലും നമസ്കാരം. ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തവും കത്തുന്നത് ഒരൊറ്റ വിഷയമാണ്. ദിലീപ് മഞ്ജു വാര്യറും കൂടി ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. കുറെ പേര് പിന്നെ ഇത് AI ആണെന്നൊക്കെ പറയുന്നുണ്ട്, ഒറിജിനൽ അല്ല എന്ന് പറയുന്നവരും ഉണ്ട്. ആധികാരികത ചെക്ക് ചെയ്തവർ കൂടുതലും ഇത് ഒറിജിനൽ ആണെന്നും പറയുന്നുണ്ട്, ഒറിജിനൽ അല്ലെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും അത് കാണുമ്പോൾ നമുക്കത് ഒറിജിനൽ ആയിട്ട് തന്നെ തോന്നും. അത് ഒറിജിനൽ ആണെന്നാണ് എന്റെയും ഒരു വിശ്വാസം. 11 വർഷത്തിന് ശേഷമാണ് ദിലീപും മഞ്ജു വാര്യറും ഇങ്ങനെ കണ്ടുമുട്ടുന്നത്, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതും. നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം മഞ്ജു വാര്യർ ആണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ മുൻകൈ എടുക്കുന്നതും. ഓക്കെ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ മഞ്ജു വാര്യർ ദിലീപിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ദിലീപ് വലിയ മൈൻഡ് ഒന്നും ഇല്ലാതെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, നോർമലായിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ഈ പറഞ്ഞ മഞ്ജു വാര്യറും ദിലീപും. നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. ഇപ്പോഴും ഈ ദിലീപിന്റെ വിഷയത്തിൽ ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ പിരിയാൻ കാരണം കാവ്യ മാധവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇപ്പോഴും പറയുന്നുണ്ട്. ഈ മഞ്ജു വാര്യരെ ഡൈവോഴ്സ് ചെയ്തതിനു ശേഷം കാവ്യ മാധവനെ ദിലീപ് കല്യാണം കഴിക്കുകയും ചെയ്തു. 2014 ഇവര് വേർപിരിയുന്നത്. വേർപിരിഞ്ഞതിന് ശേഷം ഇവര് ഒരുപാട് ഇത്രയും നേർക്കുനേർ ഇങ്ങനെ നിൽക്കുന്നത് പലയിടങ്ങളിലും വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്, പല പരിപാടികൾക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ നേർക്കുനേരെ നിന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു 11 വർഷത്തിന് ശേഷം. നിർമ്മാതാവായ ലിസ്റ്റിൻ സ്റ്റീഫന്റെ കാക്കനാടുള്ള പുതിയ തിയേറ്ററിന്റെ ഉദ്ഘാടനത്തിനാണ് രണ്ടുപേരും അവിടെ എത്തിയത്. ആ സമയത്ത് അവിടെ ജയസൂര്യ, അതുപോലെ തന്നെ പൃഥ്വിരാജ്, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ദിലീപിനെ കാണുമ്പോൾ തന്നെ ഇവരെല്ലാം എഴുന്നേൽക്കുകയും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയും ദിലീപിന്റെ അടുത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ദിലീപിന് ആ ഇൻഡസ്ട്രിയിലുള്ള ഒരു വെയിറ്റ്, അത് പഴയത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ദിലീപിനെ പലരും ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവരുണ്ട്. ദിലീപിന്റെ സഹായങ്ങൾ ദിലീപ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും ദിലീപ് ഒരുപാട് പേരെ രഹസ്യമായും സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് പലരും വന്ന് പറഞ്ഞുള്ള കേൾവിയാണ്. അല്ലാതെ ദിലീപ് തന്നെ അങ്ങും ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. എന്തായാലും ഇവര് തമ്മിലുള്ള ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുപ്പ് ഇപ്പൊ കേരളത്തിലെ സിനിമ ആരാധകർ, അതുപോലെ മഞ്ജു വാര്യറിനെയും ദിലീപിനെയും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ ഇപ്പോഴും ഉണ്ട്. നമുക്ക് ആ കമന്റ് ബോക്സ് ഒക്കെ കാണുമ്പോൾ അറിയാം അവരുടെ ആ ജോഡിയെ ഇഷ്ടപ്പെടുന്നവർ. അവരെല്ലാവരും രണ്ട് കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവിടെ അതേ വേദിയിൽ തന്നെ മഞ്ജു വാര്യർ, ഞാൻ പറഞ്ഞല്ലോ, ജയസൂര്യ, പൃഥ്വിരാജ് ഇവരെല്ലാം ഇരിപ്പുണ്ട്. ആ സൈഡിൽ തന്നെ അങ്ങ് മഞ്ജു വാര്യർ ഇരിക്കുന്നിടത്തു നിന്ന് ഒരു 4-5-6 സീറ്റ് മാറിയിട്ടാണ് അവിടെ ദിലീപ് ഇരിക്കുന്നത്. ഓക്കെ, ആ തിയേറ്റർ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ്. ഇത് പിന്നെ പ്രധാനമായ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോ നമ്മൾ കയറി നോക്കിയപ്പോൾ ഒരു ചാനലിന്റെ അകത്ത് ആ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ കണ്ട ആ ചാനലിലെ വീഡിയോയുടെ താഴെ വന്ന കമന്റുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കാരണം മറ്റൊന്നുമല്ല, ദിലീപിന് ഭയങ്കര സപ്പോർട്ട്. അതിന് താഴെ ആ കമന്റ് ബോക്സ് മൊത്തം 1500ഓളം കമന്റുകളുണ്ട്. മൊത്തവും ദിലീപ് ഫാൻസ് തൂക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ദിലീപിനെ കുറിച്ച് നല്ലത് മാത്രമാണ് അതിനകത്ത് ആൾക്കാർ പറയുന്നത്. കുറച്ചു പേര് മാത്രം വന്നിട്ട് മഞ്ജു വാര്യറും ദിലീപും തമ്മിലുള്ള ഇഷ്യൂസ് സംസാരിക്കുകയും പിന്നെ മറ്റേ ഒരു കേസ് ഉണ്ടല്ലോ, ആ കേസിനെ സംബന്ധിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഫുള്ള് ആ കമന്റ് ബോക്സ് മൊത്തവും തൂക്കി എന്ന് വേണമെങ്കിലും പറയാം. മൊത്തവും ദിലീപ് തന്നെയാണ് തൂക്കിയിരിക്കുന്നത്. അതായത് കമന്റുകൾ ഞാൻ കുറച്ച് വായിച്ചു കേൾപ്പിക്കാം. ഇവരിപ്പോഴും ഡിവോഴ്സ് ആകാതെ മഞ്ജു സിനിമയിലും അഭിനയിച്ചുകൊണ്ട് ഒരു സ്റ്റാർ കപ്പിളായിട്ട് ഈ പരിപാടിയിൽ ഒരുമിച്ചിരിക്കുന്നത് ആലോചിച്ചു പോയി ഇത് കണ്ടപ്പോൾ. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഈ പറയുന്ന മഞ്ജു വാര്യരും ദിലീപിനെയും കട്ട ഫാൻസ് ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും ജോഡിയെ ഇഷ്ടപ്പെടുന്നവരാണ്. ദിലീപ് ഫാൻസ് ഫ്രം തമിഴ്നാട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കമന്റുകളുണ്ട്. എന്തായാലും ഞാൻ ആ കമന്റ് ബോക്സ് ഇവിടെ വെക്കാം, നിങ്ങൾ താഴോട്ട് നോക്കിക്കൂ. ആ താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മൊത്തവും ദിലീപിന്റെ ഫാൻസുകാർ അല്ലെങ്കിൽ ദിലീപിനെ ഇഷ്ടപ്പെടുന്നവർ മൊത്തവും ആ കമന്റ് ബോക്സ് തൂക്കി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമുക്കറിയാം ദിലീപിന്റെ കേസ്, നടിയെ ആക്രമിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് സംബന്ധിച്ച് 2025 ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ട് ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും സർക്കാർ അതിനെതിരെ അപ്പീൽ പോയിട്ടുണ്ട്. 2025 എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ പറയുന്ന ദിലീപിനെ വെറുതെ വിട്ടത് ആ കേസിൽ. പക്ഷെ അതിനുശേഷം സർക്കാർ കൊണ്ടുപോയിട്ട് അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ അപ്പീല് ഇപ്പോൾ പരിഗണനയിലാണ്. ഓക്കെ, അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഇപ്പോഴും ദിലീപ് ആരോപണ വിധേയൻ മാത്രമാണ്. കോടതി വെറുതെ വിടുകയും ചെയ്തതാണ് ഒരു പ്രാവശ്യം. പക്ഷെ അതിനൊരു അപ്പീൽ വന്ന് നമ്മുടെ നിയമവ്യവസ്ഥ അതിന് അനുവദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ കേസ് മൊത്തമായിട്ട് അവസാനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും അപ്പീലും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കോടതി ഇപ്പോഴും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും ദിലീപിനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ദിലീപ് ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല, ദിലീപ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഇത് പലരും ദിലീപിനെ ചതിച്ചതാണ്, കൂടെ നിന്ന് ചതിച്ചതാണ്, ദിലീപ് ഇതിൽ നിരപരാധിയാണെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നു, ഞാൻ ഇതിലിങ്ങനെ പറയുന്നു, എന്നെയും വന്നിട്ട് എടുത്തിട്ട് അലക്കും.
നമുക്കെല്ലാവർക്കും അറിയാം ദിലീപിനെ ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്തായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അവരെല്ലാം പോയി കമന്റ് ബോക്സിൽ ഒരു കൂട്ടം ആൾക്കാർ പോയി മെഴുകി നശിപ്പിക്കുന്നുണ്ട്. അതിപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാലും വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ദിലീപ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ദിലീപ് അങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ദിലീപിനെ കുരുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതായിരിക്കാമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ നടി പറയുന്നു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു നടി പറയുന്നുണ്ട് ഇതിന് പിന്നിലെല്ലാം ദിലീപാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന് അവര് വ്യക്തമായ തെളിവുകൾ കോടതിയിൽ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പാടി എറണാകുളം മുനിസിപ്പൽ കോടതി എന്തിന് ദിലീപിനെ വെറുതെ വിടണം? അങ്ങനെ അത്രയ്ക്കും അതികഠിനമായ തെളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ദിലീപിനെ കുറ്റവിമുക്തനാക്കത്തില്ല. അപ്പം എനിക്ക് അതിലാണ് എന്റെ ഒരു ഇത് ഞാൻ പറയുന്നത്. ഞാൻ ആ നടിക്കൊപ്പം ഉണ്ടോന്ന് ചോദിച്ചാൽ നടിക്കൊപ്പം ഉണ്ട്. നടിയെ അങ്ങനെ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും ആണെങ്കിൽ അത് കണ്ടുപിടിക്കണം. പക്ഷെ അത് ദിലീപിന്റെ മേത്തേക്ക് ചാരാൻ വേണ്ടി ഒരു സംഘങ്ങൾ ദിലീപാണ് ഇതിന്റെ പുറകിൽ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഒരു നടനാണ് കേട്ടോ ദിലീപിൽ നിന്നും ഇങ്ങനെ ആദ്യമൊക്കെ ഈ ന്യൂസ് ഒക്കെ വന്ന സമയത്ത് ഇങ്ങനെയൊക്കെ വന്നപ്പം ഞാനും ഞെട്ടിപ്പോയി, ദിലീപ് അങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ളതൊക്കെ. പക്ഷെ പിന്നീട് എന്തോ കുറേയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ദിലീപിനെ മനഃപൂർവ്വം ഒരു ഗ്യാങ് ചേർന്ന് ദ്രോഹിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം തോന്നിയിരുന്നു. എന്തായാലും കോടതിയിലെ പരിഗണനയിരിക്കുന്ന കേസാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം ഒന്നും പറയാൻ പറ്റത്തില്ല. കുറ്റവിമുക്തനാക്കി എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല, ദിലീപിനെ കുറ്റവിമുക്തനാക്കി വിട്ടെന്ന് പറഞ്ഞാലും ഇത് കോടതിയുടെ പരിഗണനയിലുള്ള കേസാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഒരുപാട് അഭിപ്രായങ്ങളൊന്നും പറയാൻ കഴിയില്ല. ഓക്കെ, കോടതി ദിലീപിനെ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണെങ്കിൽ നമ്മൾ അത് അംഗീകരിച്ചേ പറ്റൂ, കുറ്റക്കാരനാണെന്ന് നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എറണാകുളം സെഷൻസ് കോടതി വെറുതെ വിട്ടു എന്ന് പറയുന്നുണ്ടെങ്കിൽ ദിലീപ് അതിനകത്ത് നിരപരാധി ആയിരിക്കാം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. ഓക്കെ, എന്റെ അടുക്കൽ ആരും ദേഷ്യപ്പെടണ്ട. ഞാൻ ഇപ്പം ആ നടിയുടെ ഒപ്പമല്ല എന്നൊന്നും പറഞ്ഞ് എന്നെ അടുത്ത് ആരും എന്റെ മേലത്തോട്ടൊന്നും കയറാൻ പറ്റണ്ട. ഞാൻ നടിക്കൊപ്പമാണ്. ഞാൻ പറഞ്ഞ നടിക്കൊപ്പവും കൂടിയാണ്. കാരണം നടിയെ അങ്ങനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ളവരെ കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കാനാണ് നമ്മുടെ നാട്ടിൽ പോലീസ് ഉള്ളത്. അതുപോലെ തന്നെ ആ കേസ് കോടതിയിൽ പോയാൽ വാദിക്കാൻ വക്കീലന്മാരുള്ളത്, എല്ലാവരും ഉള്ളത്. ഓക്കെ, ചുമ്മാ ഒരാളെ പിടിച്ചിട്ട് ഇന്ന ആളാണ് ഇതിന് പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ആരോപണം മാത്രമാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ അതിന് തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കി ദിലീപിനെ ശിക്ഷിക്കട്ടെ. ആ ശിക്ഷിക്കാത്തടത്തോളം കാലം ദിലീപ് നിരപരാധിയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നടിക്ക് നീതി ലഭിക്കണം, ഉറപ്പായിട്ടും നടിക്ക് നീതി ലഭിക്കുകയും വേണം. പക്ഷെ ഞാൻ പറയുന്നത് ഒരാളുടെ ദേഹത്ത് തന്നെ അല്ലെങ്കിൽ ഈ ദിലീപിന്റെ വളർച്ചയിൽ അസൂയപ്പെട്ട ആരൊക്കെയോ ദിലീപിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ശ്രമിച്ചിരുന്നു എന്നാണ് എന്റെ ഒരു ഭാഗം. ഓക്കെ, അപ്പൊ ഈ കേസൊക്കെ നടക്കുന്ന സമയത്ത് ദിലീപ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊന്ന് കേൾക്കാം. കാവ്യാണ് ഇതിന്റെ കാര്യം എന്ന് നമുക്ക് മൊത്തത്തിൽ ജനങ്ങളുടെ മുമ്പിൽ എല്ലാവരും ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞാനും എൻ്റെ ആദ്യ ഭാര്യയും തമ്മിലുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യ ഭർത്തൃ ബന്ധമൊന്നായിരുന്നില്ല. അത്രയും ശക്തരായ കൂട്ടുകാരായിരുന്നു. എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അതുപോലെ ഉള്ള ഒരു സൗഹൃദബന്ധത്തിലാണ് ഇങ്ങനെയുള്ള ഒരു സങ്കടകരമായ ഒരു അവസ്ഥ ഉണ്ടായത്. അതിൽ വിഷമമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കഴിഞ്ഞ വിഷയമാണ്. പക്ഷെ അതിലേക്ക് കാവ്യയെ പിടിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ന്യായീകരിക്കാനോ പറയുന്നത്, കാരണം ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ന്യായീകരിക്കാൻ ഇപ്പോൾ കാവ്യനെ കല്യാണം കഴിച്ചുകൊണ്ട് കാവ്യനെ വെള്ള പൂശി റെഡിയാക്കി വെക്കാന്നുള്ള രീതിയിലൊന്നുമല്ല. പക്ഷെ സത്യസന്ധമായ കാര്യം കാവ്യല്ല. അപ്പം കാവ്യമാധവനല്ല ഈ ഒരു വിഷയത്തിൽ മറ്റാരൊക്കെയാണ് ദിലീപിനെ മഞ്ജു വാര്യരെയും വേർതിരിച്ചതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നാണ് ദിലീപ് ഇവിടെ പറയുന്നത്. കാവ്യമാധവൻ ഇതിൽ നിരപരാധിയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ അങ്ങനെ പറഞ്ഞത് പഴയ ഇന്റർവ്യൂ ആണ് കേട്ടോ. അതിൽ പറയുന്നത് ഞാൻ ഇതിൽ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ആരോപണ വിധേയനാണല്ലോ, അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ കാവ്യമാധവനല്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആരും വിശ്വസിക്കില്ല. പക്ഷെ പലരും കാവ്യമാധവനാണ് കുറ്റപ്പെടുത്തുന്നത് പറയുന്നത്. ശരിയാണ്, ഞാനും കേട്ടത് അങ്ങനെയാണ്. കാവ്യമാധവൻ കാരണമാണ് ദിലീപും മഞ്ജു വാര്യറും പിരിയാൻ കാരണം. കാവ്യമായിട്ട് ഈ പറഞ്ഞ ദിലീപിന് എന്തൊക്കെയോ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ആ ബന്ധം മറ്റുള്ള ഒരു നടി അല്ലെങ്കിൽ നടിമാർ എന്ന് പറയാം, അവർ ഈ പറയുന്ന മഞ്ജു വാര്യരെ അറിയിച്ചു. അങ്ങനെ അതിന്റെ പേരിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം ഡൈവോഴ്സ് ആവുകയും ചെയ്തെന്നാണ് നമ്മളെല്ലാം അറിഞ്ഞത്. പക്ഷെ ദിലീപ് പറയുന്നത് ഞാനിപ്പോൾ എന്ത് പറഞ്ഞാലും അത് കാവ്യയെ ന്യായീകരിക്കാൻ വരുന്നതാണെന്നേ പറയൂ. പക്ഷെ കാവ്യക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ അവർക്കല്ലേ അറിയൂ. വെളിയിൽ വിടാത്തിടത്തോളം കാലം നമുക്കറിയത്തില്ലല്ലോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന്. പക്ഷെ ഇപ്പോഴും സമൂഹത്തിൽ എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ്. ദിലീപും മഞ്ജു വാര്യരും പിരിയാൻ കാര്യം കാവ്യ ആണെന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും പറയുന്നത്. പ്രേം നസീർ, ഷീല, സത്യൻ, ജയഭാരതി, അങ്ങനെയൊക്കെ
നമ്മുടെയൊക്കെ പണ്ട് മുതലേ താരജോഡികളുണ്ടായിരുന്നു. അതുപോലെ ഒരു താരജോഡിയായിരുന്നു നമ്മളുടെ ദിലീപും മഞ്ജു വാര്യറും. ദിലീപ് കല്യാണം കഴിഞ്ഞതിന് ശേഷം മെയിൻ സ്ട്രീമിലൊന്നും വരാതെ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടിയ ആളാണ് മഞ്ജു വാര്യർ. പക്ഷേ മഞ്ജു വാര്യർ ഈ ഡൈവോഴ്സിന് ശേഷം ദിലീപുമായിട്ട് പിരിഞ്ഞതിന് ശേഷം ഒരു കംബാക്ക് നടത്തിയിരുന്നു. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കേട്ടോ. അതൊക്കെ ഒരു എല്ലാരെയും കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. തന്നിൽ ഉള്ള വിശ്വാസം, തനിക്ക് ഇത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റും, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് ആരുടെ ആശ്രയമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് കാണിച്ചു തന്ന ഒരു നടിയാണ് ഈ മഞ്ജു വാര്യർ. അതിൽ നമ്മൾ മഞ്ജു വാര്യർ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റും. അവര് കുടുംബത്തിനകത്ത് എന്തെല്ലാം വിഷയങ്ങളുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഇവര് വെളിയിൽ വരുന്ന വിഷയങ്ങൾ മാത്രമേ നമുക്കറിയൂ. ഇനി അകത്തിന് ദിലീപും മഞ്ജു വാര്യറും തമ്മിൽ പിരിയാൻ വേറെ എന്തെങ്കിലും കാരണങ്ങളാണോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. അതൊന്നും ഇവര് വെളിയിൽ വിട്ടിട്ടില്ല. വെളിയിൽ വരുന്നതനുസരിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോഷ്യൽ മീഡിയയിലും അതുപോലെ ന്യൂസ് ചാനലുകളിലും വെളിയിലും ഒക്കെ വന്ന കാര്യങ്ങൾ വെച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. എപ്പോ ഫോൺ വാങ്ങിച്ചാലും ചില പോലീസുകാരൊന്നും കൊണ്ടുപോകും. അപ്പോ ഏറ്റവും കൂടുതൽ ഐഫോൺസ് കഴിഞ്ഞ തവണ ഐസ്പയറിന്റെ 13 Pro ഇറങ്ങിയപ്പോ എനിക്ക് തന്നിരുന്നു. അതും എന്റെ കയ്യിൽ നിന്ന് പോയി. ഇത്തവണ ഞാൻ പ്രാർത്ഥിച്ചാണ് നിൽക്കുന്നത്. ഇവര് ഇത്തവണ ഒരു 14 Pro തരാന്നൊക്കെ പറയുന്നുണ്ട്. അതായത് കൊണ്ടുപോകല്ലേ എന്നൊരു പ്രാർത്ഥനയിലാണ്. എന്നുവെച്ചാൽ ദിലീപിനെതിരെ ആ സമയത്ത് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ കേസ് നടക്കുന്ന സമയത്തൊക്കെ ആരോപണങ്ങൾ വെച്ചാൽ ദിവസവും ആരോപണങ്ങളായിരുന്നു. ഓരോരോ കാര്യങ്ങൾ, അതുപോലെ പൾസർ സുനിയെ വെച്ചിട്ട് അങ്ങനെ പലരെയും വെച്ചിട്ട് കൂട്ടിക്കെട്ടി ദിലീപ് ഇന്നയാൾക്ക് പൈസ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, ഇതെല്ലാം മൊബൈലിലുണ്ട്, മൊബൈൽ വഴി. അപ്പൊ ഈ മൊബൈലൊക്കെ ട്രാക്ക് ചെയ്യണമല്ലോ. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ദിലീപിന്റെ കയ്യിൽ ഒരു മൊബൈൽ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും പോലീസ് പിടിച്ചുകൊണ്ട് പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ ഒരുപാട് ഫോണുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഇനിയിപ്പം ഒരു ഫോൺ ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, പഴയ ഇതാണ് കേട്ടോ, വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതും ഇനി കൊണ്ടുപോകല്ലേ എന്നൊരു പ്രാർത്ഥനയേ ഉള്ളെന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ദിലീപിനെ എന്തെങ്കിലും ദിലീപ് ഒന്ന് പൊങ്ങി വരുമ്പോഴത്തേക്കല്ല, സിനിമ ആ സമയത്തൊക്കെ പല സിനിമകളും ഹിറ്റായി വരുന്ന സമയത്തൊക്കെ ദിലീപിനെതിരെ അപ്പോൾ ആരോപണം ഉന്നയിക്കുക. അതാണ് ഞാൻ പറയുന്നത്. ദിലീപിന്റെ സിനിമകൾ വിജയിക്കുകയും ആ വിജയിക്കുന്ന സമയത്ത് തന്നെ ഒരു അലിഗേഷൻസ് ഉണ്ടാക്കി വിടും ഈ ഒരു വിഷയം വെച്ചിട്ട്. എന്നിട്ട് ദിലീപിനെ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ട് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സമയത്ത് ഒരു സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം ദിലീപിനെ കടന്നാക്രമിക്കുമായിരുന്നു, പുറകിൽ നടന്ന് ആക്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. അതൊക്കെ നിഷ്പക്ഷമായിട്ടൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകും. ഇപ്പൊ ദിലീപിനെ വെള്ളപൂശൊന്നുമല്ല, ഞാൻ പറഞ്ഞതാണ്. ഇപ്പോഴും ദിലീപിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആരാധകരുണ്ട്. അതുപോലെ തന്നെ ദിലീപിനെയും മഞ്ജു വാര്യരെയും സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകരുണ്ട്, അവരുടെ ജോഡിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് ഇപ്പോഴും ദിലീപും മഞ്ജു വാര്യരും ഇങ്ങനെ ഒരുമിച്ച് കാണണം, ഒരുമിച്ച് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ വിചാരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. നമ്മൾ ആ കമന്റ് ബോക്സ് എല്ലാം കയറി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. അപ്പൊ നമ്മൾ പ്രത്യേകം ഇവിടെ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ഷെയ്ക്ക് ഹാൻഡിന്റെ വിഷയമാണ്. ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് AI ആണെന്ന് പലരും പറയുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചിലർ പറയുന്നുണ്ട് ഇത് AI ആണ്, ചിലർ പറയുന്നു ഇത് AI അല്ല, ഒറിജിനൽ ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ വീഡിയോ എടുത്ത ആൾ ഇതുവരെയും വന്നിട്ട് പറഞ്ഞിട്ടില്ല ഇത് ഒറിജിനൽ ആണോ അല്ലെങ്കിൽ AI ആണോ, ഇതിങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളതൊന്നും. പക്ഷെ 2 ക്യാമറകൾ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. 2 ക്യാമറയിലും ദിലീപ് പോയിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെയാണ്. രണ്ടുപേരെടുത്ത വിഷ്വലിലും ഈ പറയുന്ന ദിലീപ് മഞ്ജു വാര്യരും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് പിന്നെയും AI ആണെന്ന് പറഞ്ഞ് പരത്താൻ കുറെ പേര് ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മഞ്ജു വാര്യർ ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് ഇഷ്ടപ്പെടാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഈ ഒരു കേസുമായിട്ട് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും പല വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇവർ രണ്ടുപേരും എതിർകക്ഷികളാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും എതിർകക്ഷികളാണല്ലോ. ഇവർ രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അത് പലർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാത്തവർ അടിച്ചിറക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ വിഷ്വൽസ് എല്ലാം ഞാൻ പല രീതിയിൽ കണ്ടപ്പോഴും എനിക്കത് AI അല്ല, ഒറിജിനൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പം എന്തായാലും ലൈഫിൽ അവർ രണ്ടുപേരും പിരിഞ്ഞു. പക്ഷെ ഇവർ രണ്ടുപേരും സിനിമയിൽ ഒരുമിച്ച് അഭിനയിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരേ വേദികൾ പങ്കിടുന്നത് കൊണ്ടോ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊണ്ടോ വലിയ വിഷയങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നമ്മളങ്ങനെ നോക്കുവാണെങ്കിൽ ബോളിവുഡിലൊക്കെ എത്രയോ ഡൈവോഴ്സ് കഴിഞ്ഞവരൊക്കെ ഒരേ സ്റ്റേജിൽ വന്നിരിക്കുന്നു, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല ഫംഗ്ഷനുകളിലും പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് അതൊന്നും അവിടെ ഒരു വിഷയമില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് അങ്ങനെ കണ്ടാൽ മതി. ഇപ്പം ദിലീപും മഞ്ജു വാര്യരും ഒരേ വേദി പങ്കിട്ടു എന്ന് പറഞ്ഞ് ഇവിടെ എന്ത് സംഭവിക്കാനാണ്? രണ്ടുപേരും 2 അഭിപ്രായമുള്ളവരായിരിക്കാം, രണ്ടുപേരും അവരവരുടെ അഭിപ്രായം പറയും പോവും, ഇതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാർ ദിലീപിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നത് എനിക്ക് പല സമയങ്ങളിൽ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത് കേട്ടോ, ബാക്കിയുള്ളവരുടെ ഒന്നുമല്ല, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ നിന്നാണ് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട് ദിലീപിനെ മാത്രമായി ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് പല സന്ദർഭങ്ങളിലും. അങ്ങനെ തോന്നുമ്പം ദിലീപിനെ മാത്രമല്ലോ ഈ ടാർഗറ്റ് ചെയ്യുന്നത്, അതെന്താണെന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതെന്തോ ദിലീപിനോടുള്ള വാശിയും വൈരാഗ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ
ഈ ദിലീപ് കാരണം ജീവിച്ചു പോകുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ? ദിലീപ് ആരെ കൊട്ടിഘോഷിച്ച് നടക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ദിലീപ് കാരണം രക്ഷപ്പെട്ട അല്ലെങ്കിൽ ദിലീപ് ബുദ്ധിമുട്ടുന്ന ഒരുപാട് കലാകാരന്മാരെയും അതുപോലെ കലാകാരന്മാരല്ലാത്തവരെയും വിഷമങ്ങൾ അറിഞ്ഞ് സഹായിക്കുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ദിലീപായിട്ട് ആർക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ പല ആൾക്കാരും വെളിയിൽ വന്ന് ദിലീപ് ജയിലിനകത്ത് ആയിരുന്ന സമയത്തും പറയുന്നുണ്ടായിരുന്നു, ഇപ്പോഴും പറയുന്നുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അതിന് നല്ലൊരു മനസ്സ് തന്നെ വേണം. ഇപ്പൊ ഞാനിത് പറയുമ്പോൾ തന്നെ ദിലീപ് അതാണല്ലോ, ദിലീപ് ആണ് ഇതിനകത്ത് കുറ്റക്കാരൻ എന്നൊക്കെ പറഞ്ഞു വരും. ഞാൻ ഇപ്പോഴും ദിലീപ് അല്ലെങ്കിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് ഞാൻ ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കോടതിയിൽ ഇരിക്കുന്ന സംഭവമാണ്. കോടതി ഒരു വട്ടം വെറുതെ വിട്ടതാണ് ദിലീപിനെ. അതിനുശേഷം സർക്കാർ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. അതും ഇപ്പോൾ കോടതിയിലാണ്. അതുകൊണ്ട് നമുക്കിതിന് ആരോപണ വിധേയൻ എന്ന് മാത്രമേ ഇപ്പോഴും നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റൂ. ഒരിക്കലും ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കോടതി തീരുമാനിക്കട്ടെ. പോലീസാണ് തെളിവുണ്ടാക്കേണ്ടത്, കോടതിയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, അത് കോടതിയുടെ വഴിക്ക് നടക്കട്ടെ. എന്തായാലും ഇവരുടെ ഈ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. എന്ന് വെച്ചാൽ രണ്ടുപേരും എന്തിനെ പിണങ്ങിയിരിക്കണം? ഈ ഡൈവോഴ്സ് ആയെന്ന് പറഞ്ഞ് പിണങ്ങിയിരിക്കേണ്ട ആവശ്യമുണ്ട്. ഇവർ രണ്ടുപേരും ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇവരുടെ എല്ലാം ഫീൽഡ് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഇവർക്ക് ചിലപ്പോൾ ഒരുമിച്ച് അഭിനയിക്കേണ്ടി വരും, ഒരു സിനിമയിൽ അഭിനയിക്കേണ്ടി വരും, ഒരു വേദികൾ പങ്കിടേണ്ടി വരും, അപ്പൊ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കേണ്ടി വരും. അതിനെന്താണ് പ്രശ്നം? ഇതിപ്പോ 11 വർഷത്തിന് ശേഷം ദിലീപും മഞ്ജു വാര്യറും കൂടി ഇങ്ങനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? മഞ്ജു വാര്യർ എന്തിനാ? മഞ്ജു വാര്യറാണ് അതിനകത്ത് പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് കൈ നീട്ടുന്നത്. അപ്പം നമ്മൾ ആ വിഷ്വലി കാണുമ്പോഴും അപ്പം എന്തിന് മഞ്ജു വാര്യർ അങ്ങനെ ചെയ്തു? അപ്പോഴും മഞ്ജു വാര്യർ എന്തിനു ചെയ്തു എന്നുള്ളതല്ല, ദിലീപിനെയാണ് അപ്പോഴും അവിടെ ദ്രോഹിക്കാൻ ഒരുപാട് പേര് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ദിലീപ് അവിടെയും ഞാൻ നോർമൽ രീതിയിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് മാറുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഷ്വൽ കണ്ടിട്ട് നിങ്ങൾക്ക് AI ആയിട്ടാണോ തോന്നുന്നത്, ഒറിജിനൽ ആയിട്ടാണോ തോന്നുന്നത് പറഞ്ഞ് നിങ്ങൾ കമന്റ് ചെയ്യുക. കേസിന്റെ വഴിക്ക് പോട്ടെ. അതുപോലെ തന്നെ രണ്ടുപേരും അവരവരുടേതായ ഫീൽഡ് നോക്കി അവരവരുടേതായ വർക്കുകൾ ചെയ്ത് മുന്നോട്ട് പോകട്ടെ. പിന്നെ ഒരേ വേദികൾ പങ്കിടണമെങ്കിൽ പങ്കിടട്ടെ, ഷെയ്ക്കാൻ കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോൾ ഫൈറ്റ് നടക്കുന്നത് വെളിയിലാണ്, ഫാൻസുകാർ തമ്മിലുള്ള ഫൈറ്റുകൾ. ചിലർ ഞാൻ പറഞ്ഞതുപോലെ ദിലീപിനെ മഞ്ജു വാര്യറെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യുന്നവര്, ദിലീപിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നവര്, എന്നാൽ മഞ്ജു വാര്യറെ സപ്പോർട്ട് ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഒരു നടിയെയും കൂടി പ്രത്യേകമായി അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നടിയുടെ ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട് ദിലീപിനെ ഒരുമിച്ച് ആക്രമിക്കുന്ന ഒരു കമന്റ് ബോക്സ്, ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. എന്തായാലും സത്യം തെളിയട്ടെ, നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇതിന്റെ ഒരു സത്യാവസ്ഥ വെളിയിൽ വരട്ടെ. ആ സത്യം ഉറപ്പായിട്ടും വെളിയിൽ വരണം. ഇല്ലെങ്കിൽ ഇത് കാലാകാലങ്ങളിൽ ഇതിങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരാളുടെ കരിയർ തന്നെ നശിപ്പിച്ചു കൊണ്ടുപോയ സമയമാണ് ആ സമയം എന്നൊക്കെ പറയുന്നത്. ദിലീപിന്റെ കരിയറിൽ നല്ലൊരു പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്താണ് ദിലീപിനെ അടിച്ച് താഴോട്ടിടുന്നത്. പിന്നെയും ദിലീപ് അവിടെ നിന്ന് മുന്നോട്ട് വരാൻ പെടുന്ന പാടൊക്കെ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ ഒരു ദിലീപിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ലെവലിൽ നിന്ന് ഒരാളെ ഇത്രയും അടിച്ച് താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അല്ല, ദിലീപ് കുറ്റവിമുക്തനാണെങ്കിൽ ഇനിയും ഇപ്പൊ അപ്പീൽ പോയിട്ടുണ്ടല്ലോ, ഇനി അവിടെ നിന്നൊരു വിധി വരും, അതിന് ഇനി കുറ്റവിമുക്തനാക്കുമോ എന്ന് നമുക്കറിയാം. എത്ര വർഷങ്ങളോളം ചിലപ്പോൾ ഈ കേസുകളൊക്കെ നീളാം. അപ്പോഴും ദിലീപിനെ എല്ലാവരും ഒരു ചോദ്യചിഹ്നമായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ഒരു ലൈഫ്, ഒരാളുടെ കരിയർ മൊത്തവും നശിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ മഞ്ജു വാര്യറെ കുറിച്ച് പറയുകയാണെങ്കിൽ മഞ്ജു വാര്യർ നല്ലൊരു നടിയാണ്, ഇപ്പോഴും സിനിമകളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുടുംബ പ്രേക്ഷകരെല്ലാം ഈ പറയുന്ന മഞ്ജു വാര്യരെ ഇഷ്ടപ്പെടുന്നവരാണ്. മഞ്ജു വാര്യരെ സിനിമകൾ പോയി അതുപോലെ കാണുന്നവരുണ്ട്. മഞ്ജു വാര്യർ സ്വന്തം വീട്ടിലെ ഒരു അംഗമായിട്ട് കാണുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് ആ കമന്റ് ബോക്സ് എല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും മഞ്ജു വാര്യർക്ക് പറ്റിയ അബദ്ധമായിരുന്നു ദിലീപിനെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. സത്യമാണ്, ആ സമയത്തൊക്കെ ദിലീപ് ഒന്നുമല്ല. മഞ്ജു വാര്യരെ കല്യാണം കഴിക്കുന്ന സമയത്ത് ദിലീപ് ഒന്നുമല്ല. മഞ്ജു വാര്യർ വലിയൊരു സ്റ്റാർ ആയിട്ട് സമയത്താണ് ഈ പറയുന്ന ദിലീപിനെ കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം ദിലീപിന്റെ വിജയങ്ങൾ മൊത്തവും മഞ്ജു വാര്യർ നമ്മുടെ ഭാഗ്യമാണെന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. മഞ്ജു വാര്യരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ദിലീപ് മുന്നോട്ട് വന്നത്, നല്ല ജോഡിയാണെന്ന് പറഞ്ഞ് അവരെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു ഇവരുടെ ഈ വേർപിരിയൽ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടാകാം, അത് നമുക്കറിയത്തില്ല ഇതിനകത്ത് അകത്തെന്താണ് സംഭവിച്ചതെന്നുള്ളത്. പക്ഷെ വെളിയിൽ പറയുന്നത് വെച്ച് ദിലീപ് മൊത്തത്തിൽ ദിലീപാണ് ഇതിനകത്ത് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും വെളിയിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പഴയ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായിട്ട് ദിലീപിന് ഒരുപാട് സപ്പോർട്ട് ഇപ്പോഴും കൂടുന്നുണ്ട്. ഒരുപാട് പേര് പല മേഖലയിൽ നിന്ന് വന്ന് ദിലീപിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദിലീപ് നിരപരാധിയാണ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്തായാലും നമുക്ക് പോകെ അറിയാൻ പറ്റും. ഇനിയും എത്ര വർഷം എടുക്കുമെന്ന് അറിയത്തില്ല. ഇനി ആ അപ്പീലിൽ ഒരു വിധി വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.